السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമണികളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സീദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണമല്ലോ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണമല്ലോ. മുറാദുകൾ നീ ഹാസിലാക്കണമല്ലോ. റഹ്മാനായ തമ്പുരാനേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലോ. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണമല്ലോ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണമല്ലോ. നീ പണിച്ചു കൊടുക്കണമല്ലോ. നീ നിറവേറ്റി കൊടുക്കണമല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലോ. നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ നീ നൽകണമല്ലോ. ധാരാളം ആളുകൾ കടത്തിൽ പ്രയാസപ്പെടുന്നവർ അല്ലാഹു വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. നീ എളുപ്പമാക്കണമല്ലോ. ശഹീദിന് പോലും പൊറുക്കാത്ത കടബാധിത ഞങ്ങൾക്ക് നീ നൽകല്ലോ. നീ നൽകല്ല റബ്ബ്. അല്ലാഹു ഞങ്ങളെ കൊയക്കല്ലോ. ഞങ്ങളെ നീ തളർത്തല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകണമല്ലോ. ഈമാനോട് കൂടിയുള്ള നല്ല മരണമല്ലോ ഞങ്ങൾക്ക് നീ നൽകണമല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ നീ തളർത്തല്ല റബ്ബേ. അവരെ നീ കൊയക്കല്ലോ. അല്ലാഹു അവർക്കെല്ലാവർക്കും അല്ലാഹു ഈ മജ്ലിസിന്റെ കാവൽ കൊടുക്കണമല്ലോ. അവരുടെ എല്ലാ ജീവിതത്തിലെ സക്കനാത്ത് ഹറക്കാത്ത് അഫ്ആലുകളിൽ അല്ലാഹുവേ ഞങ്ങളെ മഹാന്മാരായ പാപ്പമാരുടെ ഈ മജ്ലിസിന്റെ കാവൽ അവർക്ക് നീ കൊടുക്കണമല്ലോ. നീ കൊടുക്കണമല്ലോ. ഈ മജ്ലിസ് അല്ലാഹു നീ സ്വർഗ്ഗത്തിലെത്തിക്കുന്ന മജ്ലിസ് ആക്കണമല്ലോ. സ്വർഗ്ഗത്തിലെത്തിക്കുന്ന ഒരു പാതാവാക്കണമല്ലോ. ഒരു ത്വരീഖ്, ഒരു വഴിയാക്കണേ റബ്ബേ. ഒരു വഴിയാക്കണമല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കാവല് നൽകണമല്ലോ. നീ കാവല് നൽകണേ തമ്പുരാനെ. മഹത്താക്കപ്പെട്ട ജുമാദുൽ അവ്വൽ 15ന്റെ പകലിലാണ്. 15ന്റെ പ്രഭാത സമയത്താണ്. പ്രഭാത സമയം ഇന്ന് 15 മാത്രമാണോ? ഇന്ന്
വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസത്തിനും അതിന്റെ രാവിനും വലിയ മഹത്വമുണ്ട്, വലിയ ശ്രേഷ്ഠത ഉണ്ട്. അല്ലാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിൽ ഞങ്ങൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്റിനെ, ഇസ്തിഗ്ഫാറിനെ, സ്വലാത്തുൽ ഫാത്തിഹനെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിലേക്ക് ഞങ്ങൾ ഓതുന്ന ചൊല്ലുന്ന സ്വലാത്തിനെ നീ എത്തിക്കണം അല്ലാഹ്, നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകല പ്രയാസങ്ങളും നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഉന്നതമായിട്ടുള്ള വിജയം നീ നൽകണേ റബ്ബേ, നീ നൽകണേ റബ്ബേ, നീ നൽകണേ നാഥാ. ഉന്നതമായിട്ടുള്ള വിജയം അല്ലാഹു നീ നൽകണം. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഉന്നത വിജയം ഞങ്ങൾക്ക് നീ നൽകണം. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കലും ഈ മജ്‌ലിസ് നിങ്ങളെ ഞാൻ എല്ലാ മജ്‌ലിസിലും പറയുന്നത് പോലെ ഈ മജ്‌ലിസ് നിങ്ങൾക്ക് വെറുതെയാവൂല. മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്‌ലിസാണ്. മഹാനായ ഉപ്പാപ്പ ജമലുല്ലൈലി പാപ്പ, അവിടുത്തെ കാവലും അവിടുത്തെ നോട്ടവും അവിടുത്തെ പൊരുത്തവും കുരുത്തവും ഉള്ള മജ്‌ലിസാണ്. അതുകൊണ്ട് തളരൂല, അതുകൊണ്ട് നിങ്ങൾ കൊയങ്ങൂല. നിങ്ങൾക്ക് വിജയം ഉണ്ടാകും, വിജയം ഉണ്ടാകും. അതെവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വിജയം? ദുനിയവിയായിട്ടും ഉഖറവിയായിട്ടും വിജയം ഉണ്ടാകും. ദുനിയാവിന്റെ വിജയം എന്താണ്? ദുനിയാവിൽ നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളെ, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവരുത്. ധൂർത്തടിക്കലല്ല വിജയം, ധൂർത്തടിയല്ല വിജയം. നമ്മളൊരാളെ കാണുന്ന സമയത്ത് അവരുടെ പത്രാസ് കണ്ടിട്ട് അതുപോലെ എനിക്കാവണം, ലാവിഷായിട്ടുള്ള ജീവിതം, അതല്ല വിജയം എന്ന് പറഞ്ഞാൽ. ദുനിയവിയായിട്ടുള്ള വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തിന്റെ തടസ്സമില്ലാത്ത രീതിയിലുള്ള ഇബാദത്ത് നമുക്ക് എടുക്കാൻ കഴിയാം. രോഗമില്ലാത്ത, രോഗമുക്തമായിട്ടുള്ള ജീവിതം മരിക്കുവോളം, മരിക്കുന്ന സമയം വരെ ഒരു രോഗമില്ലാതെ കട്ടിലിൽ കിടക്കാതെ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ കണ്ണടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാണോ ദുനിയാവിന്റെ വിജയം. പിന്നെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള മരണം അവിടെ എത്തുമ്പോഴാണ് ദുനിയാവിയായിട്ട് നീ വിജയിച്ചു എന്ന് പറയാം. നമുക്ക് കടങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമ്മളെ കടങ്ങൾ വീടണം, നമ്മളെ പ്രയാസങ്ങള് നീങ്ങണം, നമ്മളെ എടങ്ങേറുകൾ നീങ്ങണം. ചില ആളുകളെ കടങ്ങൾ വീട്ടിയാലും വിടില്ല. പ്രയാസങ്ങളുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാവും കടങ്ങൾ, സാമ്പത്തികമായിട്ടൊന്ന് നെരുങ്ങും. ചില ആൾക്കാരെ കടങ്ങൾ എന്താണ് വീടാത്തത്? അവന് കടം വീടി കഴിഞ്ഞാൽ പിന്നെ അവൻ ആവശ്യമാണ്, കുത്തയിഞ്ഞ ജീവിതമാണ്. അതുണ്ടാവാതിരിക്കാൻ അല്ലാഹു ഒരു തടട്ടതാണ്, കടം കൊണ്ട് നിന്നെ പരീക്ഷിച്ചതാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, സിഹ്ർ പോലുള്ള മാരണങ്ങൾ, കൂടോത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ട് നല്ലോണം നെരുങ്ങും. അത് കടണ്ടാവും. വീട്ടിയാലും വിടാത്ത കടണ്ടാവും. ബാഹുവേ, കടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണമല്ലോ. ബാഹുവേ, കടബാധ്യത ഞങ്ങൾക്ക് ആർക്കും നീ നൽകില്ലല്ലോ. ഉള്ളവർക്കതെല്ലാം നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ, നീ എളുപ്പമാക്കണമല്ലോ. പഴയ കാലത്തേക്കായും കടങ്ങൾ പെരുത്തു ഈ കാലത്ത്. കാരണം എന്താണ്? നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. തീർച്ചയായിട്ടും മകന്റെയോ മകളുടെയോ കല്യാണം വരുന്ന സമയത്ത് കൊണ്ടുപോവുകയാണ്. എന്ത്? ആധാരം പണയം വെക്കാൻ. എന്തിനാണ്? കല്യാണം ലാവിഷായിട്ട് നടത്താൻ. അവിടുത്തെ കല്യാണം ഇളച്ചന്റെ അടുത്ത കല്യാണം എന്തായിരുന്നു? അതിനെക്കാട്ടും വേണം ഇവിടെ, അല്ലേ? നാത്തൂന്റെ അടുത്ത കല്യാണം എങ്ങനെയായിരുന്നു? അതിനേക്കാളും മുന്തിയതാവണം നമ്മുടെ കല്യാണത്തിന് ആളുകൾ എന്ന് പറയണം. അവിടുത്തെ കാട്ടി വലിയ സെറ്റപ്പാണല്ലോ, അവിടുത്തെ കാട്ടി വലിയ സെറ്റപ്പാണല്ലോ ഇവിടെ. അതിന് വേണ്ടി നമ്മളടുത്ത് ഒരു വസ്തു, ഒരു രൂപ എടുക്കാൻ ഉണ്ടാവില്ല, കൊണ്ടുപോവാണ് ആധാരം പണയം വെക്കാൻ. ഞാൻ പറഞ്ഞ സത്യല്ലേ? പലിശപ്പണം ദിമക്കേറ്റാണ്. പലിശ, റിബ, പലിശ തിന്നാണ് നിങ്ങളെ. അതൊക്കെ പിന്നെ ഗവൺമെന്റാണ്.
ഇന്ന് ആധാരം പണയം വെക്കാത്ത വീടുകളില്ല, എല്ലായിടത്തും. അതൊക്കെ ഒരു ഗവൺമെന്റ് ആയിട്ട്, റിബ പലിശ ഒരു ഗവൺമെന്റ് ആയിട്ട് കാണുകയാണ്. പാടില്ല നിങ്ങളെ, പാടില്ല. കൂടുതലായിട്ട് പറയണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ സമയം പരിമിതമാണ്. നമുക്ക് മജ്ലിസ് തുടങ്ങണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ആദ്യ കാലങ്ങൾക്ക് നിങ്ങളെക്കായും കടങ്ങൾ വരുത്തൂ. നമ്മളെ ജീവിതശൈലിയാണ്. നമ്മള് ആവശ്യത്തിന് ദൂർത്തില്ലാത്ത രീതിയിൽ ആവശ്യത്തിന് പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കടണ്ടാവുക. നമുക്ക് എന്തിനാണ് പണയം വെക്കേണ്ട അവസ്ഥ ഉണ്ടാവോ? ഇല്ല. ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എവിടെയും കടണ്ടാവില്ല. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം അല്ലാഹു നീ എളുപ്പമാക്കണല്ലോ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ജീവിത വിജയികളിൽ അല്ലാഹു ഞങ്ങളെ ചേർക്കണം. കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് മജ്‌ലിസിലേക്ക് കടക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഓതി ദിക്ർ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് കൂട്ടമായി സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحث الزمن الليل كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سيم مدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
അർഹമുർറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ്. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം അല്ലാഹ്. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം അല്ലാഹ്. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണം അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധമാക്കപ്പെട്ട ദിക്റ്, നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്റ്, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്റ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റ്, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുർറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്.
അവരുടെ ഖബറിടം നീ പ്രകാശിപ്പിക്കണമല്ലോ, നീ പ്രകാശിപ്പിക്കണമല്ലോ. അല്ലാഹു ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണമല്ലോ, നീ മർഹമത്ത് കൊടുക്കണമല്ലോ. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണല്ലോ, ഞങ്ങളും മൗത്താകുമല്ലോ. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണമല്ലോ, ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മാലാഖന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, ഖബറിൽ നൽകണമല്ലോ, ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം, 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 യാ ഹയ്യ യാ ഖയ്യൂം. റഹ്മാനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണമല്ലോ, അല്ലാഹുവേ നീ ഖബൂലാക്കണമല്ലോ. ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, നീ വിഷമങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണമല്ലോ, ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര്, അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. അതിന്റെ ത്വരീക്ക് നീ എളുപ്പമാക്കി കൊടുക്കണമല്ലോ, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം, 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 യാദൽ ജലാലി വൽ ഇക്റാം
على دين الإسلام يا ذا الجلال والإكرام 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 أمتنا على دين الإسلام أرحم الراحمين يا أجاد راجനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹു ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹു ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى
إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഞങ്ങളിപ്പോ ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നാളെ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ തന്നു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങളെ വീടിന്റെ പണി എളുപ്പത്തിലാവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ആ ക്യാഷ് അവരുടെ കൈകളിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അവർക്ക് കൊടുക്കാനുള്ള നല്ല മനസ്സ് നീ കൊടുക്കണേ തമ്പുരാനെ. അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യണം. ഞങ്ങളെ അല്ലാഹു അസുഖങ്ങൾക്ക് നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ നീ നൽകണം അല്ലാഹ്. പരിപൂർണ ശിഫ നീ നൽകണേ തമ്പുരാനെ. സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്. ഞങ്ങളെ ദുആ ചെയ്യണേ. വീടിന്റെ പണി എളുപ്പത്തിലാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എൻ്റെ മകൻ നന്നാവാൻ ദുആ ചെയ്യണേ ഞങ്ങൾ ഉസ്താദേ. അല്ലാഹുവേ പൊന്നുമോനെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. നല്ല പൊന്നുമോനാക്കണേ തമ്പുരാനെ. കടമാണ് ദുആ ചെയ്യണം അല്ലാഹുവേ. വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. മരിച്ചുപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ. പൊന്നാര പൊന്നുപ്പാടെ ഖബറിനെ നീ റാഹത്തിലാക്കണം അല്ലാഹ്. വീടിന്റെ പണി 12 വർഷമായി വാടക വീട്ടിലാണ്. വീടിന്റെ പണി എളുപ്പത്തിൽ തീരുവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള സമ്പത്തും ആരോഗ്യവും അല്ലാഹുവേ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. തങ്ങളുപ്പാ എൻ്റെ സകല ബുദ്ധിമുട്ടുകളും മാറാൻ ദുആ ചെയ്യണേ തങ്ങളുപ്പാ. പുണ്ണിന്റെ അസുഖമുണ്ട്. നാവിന്മേൽ ഉറക്കത്തിൽ പോലും വേദനയാണ്. ദുആ ചെയ്യണേ അല്ലാഹു. ആജിലായ കാമിലായ പരിപൂർണ ശിഫ നീ ഏകണേ തമ്പുരാനെ. ഞങ്ങളുപ്പാ എൻ്റെ മോൻക്ക് ദീർഘായുസ്സും ആഫിയത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. പൊന്നുമോൻ നീ ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എൻ്റെ മകന് ഖൈറായ ഇണയെ കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. സ്വലിഹത്തായ ഒരു പൊന്നുമോളെ നീ ഇണയാക്കി കൊടുക്കണല്ലോ. അസ്സലാമു അലൈക്കും തങ്ങളെ. എൻ്റെ ഉമ്മച്ചാടെ രോഗം ശിഫയാകാൻ, കടങ്ങൾ തീരാൻ ദുആ ചെയ്യണേ. ബിസിനസ്സിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. പൊന്നുമാക്ക് നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണല്ലോ. കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണമല്ലോ. ബിസിനസ്സിൽ ഖൈറും ബർക്കത്തും നീ കൊടുക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും. മോൾക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. പൊന്നുമോൾക്ക് അല്ലാഹുവേ നല്ല ഹിഫ്ളും നല്ല അഖലും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മോൾക്ക് ടെൻഷനാണ്. തങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ടെൻഷനൊക്കെ നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. എൻ്റെ ഉമ്മ മരണപ്പെട്ടു 2023 മാർച്ച് 28 റമദാൻ 6 മരണപ്പെട്ടത്. 3 വർഷമാവാനായി. പ്രത്യേകമായി ദുആ ചെയ്യണം അല്ലാഹുവേ. പൊന്നാര പൊന്നുമ്മാടെ ഖബറിനെ നീ റാഹത്തിലാക്കണം അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണം അല്ലാഹ്. നീ മഅഫറത്ത് കൊടുക്കണം അല്ലാഹ്. നീ മർഹമത്ത് ഏകണേ തമ്പുരാനെ. നീ മർഹമത്ത് ഏകണേ തമ്പുരാനെ.
മക്കൾ നന്നാവാനും കടങ്ങൾ വീഴാനും ദുആ ചെയ്യണേ. ഭർത്താവും മക്കളും നിസ്കരിക്കാനുള്ള നല്ല മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ. എല്ലാ മുറാദുകളും ഹാസിലാവാൻ ദുആ ചെയ്യണേ. ഈ മജ്ലിസിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുപ്പാ ഭർത്താവിന്റെ ഖൈറായ ജോലി കിട്ടാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഒരു ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. രോഗം മാറാൻ ദുആ ചെയ്യണേ. ഞങ്ങളുപ്പാ മജ്ലിസ് ഇല്ലാത്തത് ഭയങ്കര ടെൻഷനാണ്. എല്ലാ ദിവസവും മജ്ലിസ് തിരക്കാറുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ ഹൃദയത്തോട് ചിത്തം വെച്ചവർ അല്ലാഹുവേ അവർക്ക് നീ അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. ഭർത്താവിന് നല്ല സ്നേഹം ഉണ്ടാവാൻ ദുആ ചെയ്യണേ. കടമുണ്ട് തീരാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ് മഹത്തുക്കളുടെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ നാഥാ. മക്കൾ തമ്മിൽ ഐക്യം ഉണ്ടാവാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മക്കൾ തമ്മിൽ നല്ല ഐക്യം നീ കൊടുക്കണം അല്ലാഹ്. മക്കൾ നന്നാവാനും സമാധാനമുള്ള ജീവിതം ഉണ്ടാവാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ എല്ലാവർക്കും അല്ലാഹുവേ ദുആ അല്ലാഹു എല്ലാവരുടെയും പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ നാഥാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ നാഥാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. എല്ലാവരുടെയും ബുദ്ധിമുട്ട് നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും ജീവിത വിജയികളിൽ നീ ചേർക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട്. എഴുതാൻ അറിയാത്തവർ അല്ലാഹുവേ എല്ലാവരുടെയും സകല മുറാദ് നിനക്കറിയാമല്ലോ തമ്പുരാനെ. അല്ലാഹു നീ ഹസ്നാക്കണം അല്ലാഹ്. കബൂലാക്കണം അല്ലാഹ്. നീ കബൂലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجنايا ملك الجبار يا مالك الملوك يا الله. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ അടിമകളായി ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്. ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ
മുറാദുകളുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദ് അല്ലാ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. ജോലി ഉള്ളവർക്ക് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാ. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. റൗഡികളാക്കല്ലേ അല്ലാ, തമ്മാടികളാക്കല്ലേ അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാ നീ തട്ടി മാറ്റല്ലേ അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫാ
പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ പരിപൂർണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ. അവർക്ക് കൊടുക്കല്ല അല്ലാ. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണമല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണമല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണമല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിടം നീ
റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹുവേ. ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മത്തുർ റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മത്തുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.